വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ശ്രീ അനിൽ വിളയിൽ നമുക്കൊപ്പം ചേരുന്നു. VHPക്ക് ഇതിനകത്ത് ബന്ധമില്ല ഈ ക്ഷേത്ര നിർമ്മാണമായിട്ട് എന്നായിരുന്നു നേരത്തെ എടുത്തിരുന്ന നിലപാട്. അങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ആ നിലപാടിൽ മാറ്റമുണ്ടായോ? നിലവിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉടമസ്ഥയിലെ വസ്തുവോ വിശ്വ ഹിന്ദു പരിഷത്ത് നേരിട്ട് സംഘടനാപരമായ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ സംരംഭവുമായി സഹകരിച്ചാണ് നിൽക്കുന്നത്. അതായത് ബന്ധമില്ല എന്ന് പറയുമ്പോഴും ക്ഷേത്ര നിർമ്മാണമായിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോഴും പിന്തുണയുണ്ട്. നിയമത്തിന്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഈ അമ്പലം ഉയരുമെന്ന് പറയുന്ന ഭൂമിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് ഉടമസ്ഥയില്ല നിലവിൽ. അതൊരു വ്യക്തിയുടെയാണ്. പക്ഷേ പിന്തുണയുണ്ട്. അതായത് തീർച്ചയായിട്ടും ഇവിടെ ബാബുര ക്ഷേത്രം ഉയരുക തന്നെ വേണം. അതിനെന്താണ്, എതിരെന്താണ്? അതിന് അനുകൂലമായി നിൽക്കുക എന്നുള്ളതാണല്ലോ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും താല്പര്യവും. ഈ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഒരു ക്രമസമാധാന പ്രശ്നവും ഇല്ലല്ലോ. അല്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുകയില്ല എന്നുള്ളത് അത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. ആ തരത്തിൽ ഹാർമോണിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ബാബുരസ്വാമിയുടെ ഒരു ക്ഷേത്രം ഉയരുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ സാഹചര്യമല്ലേ. എരുമേലിയിൽ ഒരു ബാബുര ക്ഷേത്രം കൂടെ വരുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ എരുമേലി സന്ദർശിക്കാനെത്തും. എരുമേലിയിൽ കൂടുതൽ തിരക്കുണ്ടാകും. ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സജീവമാകും. അതിനെന്താണ്? വാവരുടെ പള്ളി ഉണ്ടെന്ന് പറയുന്നിടത്ത് ആൾക്കാർക്ക് പോകുന്നതിന് ഞങ്ങൾ എതിരല്ല. അവിടെ പോകേണ്ടവർ അവിടെ പോകും. ബാബുര ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞാൽ ബാബുര ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഇവിടും വരും. ഒരു ക്ഷേത്രം ഒരു വസ്തുവിൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു സംഘടനയുടെ ആണെങ്കിലും ഭരണഘടനാപരമായ അവകാശമാണല്ലോ. ഈ ബാബര് പള്ളിയുടെ ഒരു പ്രോമിനൻസ് കുറച്ചുകൊണ്ടുള്ള ഒരു നീക്കം സ്വാഭാവികമായിട്ടും അത് ഇതിനകത്ത് ആരോപിക്കപ്പെടുന്നുണ്ടല്ലോ. എരുമേലിയിലെ ഒരു ബാബുര പള്ളി ഒന്ന് കാണിച്ചു തരാമോ? നൈനാർ പള്ളിയുണ്ട്, ശരിയാണ്. നൈനാർ പള്ളി മാത്രമേ എരുമേലിയിലുള്ളൂ. വാവുര പള്ളി ഇല്ല. ഒരു ബോർഡ് കാണിച്ചു തരൂ വാവുര പള്ളി എന്ന് പറഞ്ഞോണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് വാവര പള്ളിയുടെ പ്രോമിനൻസ് കളയാനുള്ള ഒരു നീക്കം ബോധപൂർവമായിട്ട് നടക്കുന്നുള്ളൊരു ആരോപണമുണ്ടല്ലോ. വാവുര സ്വാമിക്ക് ഒരു ക്ഷേത്രം വരണമെന്നുള്ളതേ ഉള്ളൂ. വാവുര പള്ളിയുടെ പ്രോമിനൻസ് കുറയ്ക്കണമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ലക്ഷ്യവുമില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. വാവുര പള്ളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പൊക്കോട്ടെ. വാവുര ക്ഷേത്രം സന്ദർശിക്കേണ്ടവർക്ക് ഈ ക്ഷേത്രം ഉയർന്നു കഴിയുമ്പോൾ ഇവിടെ സന്ദർശനം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ലല്ലോ. രണ്ടിടത്തും പോകുന്നതിന് എതിരെന്താണ്? ഭരണഘടന ഉറപ്പാക്കിയ സ്വാതന്ത്ര്യമാണ്, മൗലിക അവകാശമാണ്. അല്ല, ഇതിലൊരു വിഷയം, ഇത് ബാബുര സ്വാമിയെ ബാവറാക്കി മാറ്റി, കന്യാകുമാരിയെ കന്യക മേരി ആക്കി മാറ്റി, അതിനുള്ള ഒരു ഘർ വാപ്പസിയാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളുള്ളത്. ഈ തൊഴുകാൻ വരുന്നവരുടെ ഇതൊക്കെ തന്നെ അല്ലേ, കയറ്റിവിടുക, തൊഴുകാൻ വരുന്നവരുള്ളിലും ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ? സമൂഹ മാധ്യമങ്ങളിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. വാപുരസ്വാമി എന്ന് പറയുന്ന സങ്കല്പം പതിറ്റാണ്ടുകളായിട്ടുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഉള്ളതാണ്. ഈ ശിവഭൂതഗണത്തിന്റെ ഭാഗമായ വാപുരസ്വാമിക്ക് വേണ്ടി ഒരു ക്ഷേത്രം ഉയരുന്നതിന് എന്താണ് എതിർപ്പ്? ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഈ വാവൂര് പള്ളി എന്ന് മേഡം പറഞ്ഞിരിക്കുന്ന ആ എരുമേലിയിലെ നൈനാർ പള്ളി അവിടെ ആരും എതിർക്കുന്നില്ലല്ലോ. അവിടെ പോകേണ്ടവർക്ക് അവിടെ പോകാം. അതായത് ഈ വാവരസ്വാമിയാണ് ബാബുരസ്വാമി ആക്കി മാറ്റിയത് എന്നുള്ള ആ ഒരു വാദമുണ്ടല്ലോ, ആ വാദം VHPക്കുണ്ടോ? ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഭൂതഗണമാണ് വാപുര സ്വാമി എന്ന് പറയുന്ന ആള്, വാപുരർ എന്ന് പറയുന്ന ആള്. മറ്റേത് വാവർ എന്ന് പറയുന്ന കഥാപാത്രം ഏതോ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല, അപ്പൊ കറക്റ്റായി. അതായത് വാവരുപള്ളി സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രവും ശരിക്കും ഉണ്ടാകേണ്ടത് വാപുരസ്വാമിയാണ് എന്നുള്ളൊരു വാദമാണ് VHPക്കുള്ളത്. എരുമേലിയുമായി ബന്ധപ്പെട്ട ധാരാളം ചരിത്രങ്ങളുണ്ട്. എരുമേലിയുമായി ബന്ധപ്പെട്ട ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ തന്നെ വാപുരസ്വാമിയെ പറ്റി വ്യക്തമായ പരാമർശങ്ങളുണ്ട്. ആ വ്യക്തമായ പരാമർശമുള്ള ആ വാപുരസ്വാമിക്ക് ഒരു ക്ഷേത്രം ഉയരുന്നതിന് ആരും എതിരല്ല. ഒരു മുസ്ലിം സംഘടന പോലും ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല. അവർ നിങ്ങൾ നോക്കൂ, സോഷ്യൽ മീഡിയയിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അവരെയാണല്ലോ. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സ്പർദ്ധ ഉണ്ടാക്കുന്നവരെ കുറിച്ചാണല്ലോ പറയുന്നത്. ശ്രീ അനിൽ, സ്പർദ്ധ ഉണ്ടാക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. സമാധാനമായിട്ട് പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിനകത്ത് അത്തരത്തിലുള്ള ഒരു സ്പർദ്ധ. ഇപ്പൊ വാവരസ്വാമി ഉണ്ടായിരുന്നില്ല, അതൊരു കെട്ടിച്ചമക്കപ്പെട്ട കഥയാണെന്നും വാവരസ്വാമിയാണ് ഉണ്ടായിരുന്നെന്നും പറയുന്നിടത്ത് ആരാണ് സ്പർദ്ധ ഉണ്ടാക്കുന്നത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ. കൂട്ടുള്ളവരാണ് ഈ സ്പർദ്ധ ഉണ്ടാക്കുന്നത്. യാതൊരു സ്പർദ്ധയും ആരും ഉണ്ടാക്കുന്നില്ല. എരുമേലിയിലെ വാപുരസ്വാമിയുടെ ഒരു ക്ഷേത്രം ഉയരുന്നതിന് ആർക്കാണ് എതിരുള്ളത്?
അല്ല ശ്രീ അനിൽ വിളയിൽ വാവരസ്വാമി എന്നൊരു സ്വാമി ഇല്ല, അല്ലെങ്കിൽ വാവര പള്ളിക്ക് പ്രോമിനൻസ് ഇല്ല, അത് കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം വാവരസ്വാമിയുടെ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പർദ്ധയും ഉണ്ടാകുന്നില്ല എന്നാണ്. സ്പർദ്ധയും ഉണ്ടാകത്തില്ല. ദയവായി ഒന്ന് ടെലിഫോൺ ലൈൻ തുടരുക.